ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്സോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്പോ എന്ത് വേണമെങ്കിലും ആണെന്ന് പറയാം. നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് പതിവായി മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്ന് വളരെ പ്രധാനമാണല്ലേ. ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ ജലാംശം നൽകാനും ശരിയായ തരത്തിലുള്ള ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുന്ന അതേ ലോഷൻ തന്നെ നമ്മുടെ മുഖത്ത് പുരട്ടാമോ എന്ന സംശയം പലർക്കുമുണ്ട് അല്ലേ. ടെക്നിക്കലി ഉപയോഗിക്കാം എന്നാണ് ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്നത്. നിങ്ങൾക്ക് വരണ്ട ചർമ്മം ഉണ്ട് എങ്കിൽ ബോഡി മോയ്സ്ചറൈസർ മുഖത്ത് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണമയമുള്ള ചർമ്മമുണ്ട് എങ്കിൽ മുഖത്ത് ലൈറ്റ് വെയ്റ്റ് ജെൽ അടിസ്ഥാനമാക്കിയുള്ള മോയ്സ്ചറൈസർ വേണം ഉപയോഗിക്കാൻ. അതാണ് ഏറ്റവും നല്ലത്. ബോഡി ലോഷനുകൾക്ക് സുഗന്ധമുണ്ടാകാം. ശരീരത്തിൽ സുഗന്ധമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അവ നല്ല മണം നൽകുകയും നമ്മളെ നല്ലൊരു ഫ്രഷ് ആക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ മുഖത്ത് സുഗന്ധമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. മുഖത്തും ശരീരത്തിലും ഒരേ മോയ്സ്ചറൈസർ ഉപയോഗിക്കണമെങ്കിൽ സുഗന്ധമില്ലാത്ത ഒന്ന് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതേസമയം മുഖത്തും ശരീരത്തും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വളരെ വ്യത്യാസമുണ്ട് എന്നാണ് ഡോക്ടർ ചാന്ദിനി ജെയിൻ ഗുപ്ത പറയുന്നത്. ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇവർ. ശരീരത്തിന് വേണ്ടി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ശരീരത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിങ്ങിനോ പൊതുവെ വളരെ ശക്തമാണ്. മുഖത്തെ സെൻസിറ്റീവ് ചർമ്മത്തിന് അവ ചിലപ്പോൾ അനുയോജ്യമാകണമെന്നില്ല. അതുപോലെ മുഖത്തെ വളരെ അതിലോലമായ ചർമ്മത്തെ സംരക്ഷിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ഫേഷ്യൽ ക്രീംസുകളൊക്കെ. മുഖത്തിനും ശരീരത്തിനും വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളിൽ വ്യത്യസ്ത ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ബോഡി ലോഷനുകളിൽ സാധാരണയായി ഈർപ്പം തടയുന്നതിന് നമുക്ക് വെണ്ണ അല്ലെങ്കിൽ എണ്ണകൾ പോലുള്ള മോയ്സ്ചറൈസിംഗ് ചേരുവകൾ അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ഈ ചേരുവകൾ മുഖക്കുരു പോലുള്ള ചർമ്മ പ്രശ്നങ്ങളെ വഷളാക്കുമെന്ന് ആണ് ഈ ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്നത്. അവസാനമായി ബോഡി ലോഷൻ മുഖത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നും അവർ നിർദ്ദേശിക്കുന്നുമുണ്ട്. ശരീരത്തിൽ ഫേഷ്യൽ ക്രീം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും അവർ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇനി ഈ ബ്യൂട്ടി നുറുങ്ങുകളും ചർമ്മ സംരക്ഷണ ടിപ്സുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇന്റർനെറ്റ് അല്ലേ. അവയിൽ മുഖത്തിന് അനുയോജ്യമായവ എന്തൊക്കെയെന്ന് തന്നെ അറിഞ്ഞു വേണം നമ്മൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ. ശരീരത്തിലെ മറ്റു ചർമ്മ ഭാഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ ചർമ്മം എന്നത് നമ്മുടെ മുഖത്തെ ചർമ്മം എന്നത് വളരെ നേർത്തതാണ്. അതിനാൽ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മുഖത്ത് എന്തെങ്കിലും വസ്തുക്കൾ പ്രയോഗിക്കുന്നതിന് മുൻപ് വളരെ ശ്രദ്ധ വേണം. ചർമ്മത്തിന്റെ തരം അനുസരിച്ച് വേണം മുഖത്ത് ഉപയോഗിക്കാവുന്ന വസ്തുക്കളുടെ പട്ടിക നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ സെലിബ്രിറ്റി ഡെർമറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ ജയശ്രീ ശരത്ത് മുഖത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ചൂടുവെള്ളമാണ്. ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നത് മുഖത്തെ ചർമ്മത്തിൽ നിന്ന് ഈർപ്പം നഷ്ടപ്പെടുത്തും. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകും. എന്നിരുന്നാലും സ്റ്റീം ഫേഷ്യൽ പോലെയുള്ള ഒന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതുമാണ്. അതുപോലെ നാരങ്ങ വെള്ളം പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷനിലേക്ക് നയിച്ചേക്കാമെന്നാണ് ഡോക്ടർ ജയശ്രീ പറയുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനീഗർ മുഖത്ത് പുരട്ടാൻ പാടില്ല. അത് നമ്മുടെ ചർമ്മത്തെ പ്രകോപിക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചർമ്മത്തിൽ ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിക്കുന്നത് പൊള്ളലും അതുപോലെ തന്നെ പാടുകളും കറുപ്പും ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ കാരണമാകും. അതുപോലെ തന്നെ അടുത്തതാണ് ബേക്കിംഗ് സോഡ. ചർമ്മത്തിന് ഈ ബേക്കിംഗ് സോഡ എന്നത് ഒട്ടും നല്ലതല്ല. യഥാർത്ഥത്തിൽ ഇത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അടുത്തത് ടൂത്ത് പേസ്റ്റ് ആണ്. പല്ല് തേക്കുന്നതിന് പുറമെ പൊള്ളലേറ്റതിന് ആശ്വാസം തേടാൻ ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് ഒരിക്കലും മുഖത്ത് ഉപയോഗിക്കരുത്. ടൂത്ത് പേസ്റ്റിൽ ട്രൈക്ലോസൻ, കെമിക്കൽസ്, ആൽക്കഹോൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തെ പ്രകോപിക്കുക മാത്രമല്ല പാടുകൾക്ക് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, പൊള്ളൽ എന്നിവയ്ക്ക് കാരണമാകും. ഞാൻ ഈ അവസാനം പറഞ്ഞ ഈ 5 സംഭവങ്ങൾ, അതായത് നമ്മുടെ ടൂത്ത് പേസ്റ്റ്, ആപ്പിൾ സിഡർ വിനീഗർ, നാരങ്ങ നീര്, ഇവയൊക്കെ നമ്മൾ ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന ബ്യൂട്ടി ടിപ്സുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 5 വസ്തുക്കൾ അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും മുഖത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസറും ബോഡി ലോഷൻസും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് വേണം എല്ലാം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെൽത്ത് ടിപ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുക. ബൈ.